Hi, welcome to Mentor the Learning Spot. We are going to explore two fundamental concepts in physics distance and displacement. വേരിയസ് കോണ്ടെക്സ്റ്റുള്ള മോഷനെ ഡിസ്ക്രൈബ് ചെയ്യാനും അനലൈസ് ചെയ്യാനും ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ലെറ്റ്സ് ലേൺ ഹൗ ടു ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. Distance is the total length of the path travelled by an object. It's a scalar quantity. അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ഓൾവേസ് ബി പോസിറ്റീവ്. അതൊരിക്കലും നെഗറ്റീവ് ആവില്ല, സീറോയും ആവില്ല. വേർ ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഇറ്റ് ഈസ് എ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആൻ ഒബ്ജക്റ്റ് ഇനിഷ്യൽ പോയിൻറ്റ് ടു ഫൈനൽ പോയിൻറ്റ്. ആൻഡ് ഇറ്റ്സ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഇറ്റ് ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡുമുണ്ട്, അതിന് ഡയറക്ഷനുമുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, സീറോയും ആകാം. ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ പാത്തിനെയാണ്. ഡിസ്റ്റൻസിൽ ആ ഒബ്ജക്റ്റ് എത്രമാത്രം ട്രാവൽ ചെയ്തു അതിൻ്റെ ടോട്ടൽ ലെങ്തിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ ഡിസ്പ്ലേസ്മെൻറ്റിൽ അതിൻ്റെ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ മാത്രമേ കൺസിഡർ ചെയ്യൂ. ഡിസ്പ്ലേസ്മെൻറ്റിലാണെങ്കിൽ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷനോടൊപ്പം അതിൻ്റെ ഡയറക്ഷനെയും കൂടെ കൺസിഡർ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരു ഒബ്ജക്റ്റ് എ എന്ന ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് ഈസ്റ്റിലോട്ട് 6 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് ബി എന്ന ഫൈനൽ പൊസിഷനിലെത്തി. എന്നിട്ട് റിട്ടേൺ ചെയ്ത് 3 കിലോമീറ്റർ വെസ്റ്റിലോട്ട് ട്രാവൽ ചെയ്തു. ആ പോയിന്റിൽ അതിൻ്റെ ഡിസ്റ്റൻസ് 6 + 3 9 ആയിരിക്കും. എന്നാൽ ഡിസ്പ്ലേസ്മെൻറ്റോ 6 - 3 3 ആയിരിക്കും. ആ ഒബ്ജക്റ്റ് വീണ്ടും ട്രാവൽ ചെയ്ത് എ എന്ന ഇനിഷ്യൽ പോയിന്റിൽ തിരിച്ചെത്തി. എയിൽ നിന്ന് ബിയിൽ പോയി, ബിയിൽ നിന്ന് തിരിച്ച് എയിലേക്ക് തന്നെ തിരിച്ചെത്തി. ആ സിനാരിയോയിൽ അതിൻ്റെ ഡിസ്റ്റൻസ് ഈസ് 6 + 6 12 ആയിരിക്കും. വേർ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് 6 - 6 ഇറ്റ് വിൽ ബി 0. കാരണം ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കേസിൽ നമ്മൾ അതിൻ്റെ ഡയറക്ഷൻ നോക്കുന്നുണ്ട്. എ ടു ബി ഇറ്റ് വിൽ ബി 6 കിലോമീറ്റേഴ്സ് ആൻഡ് ബി ടു എ ദാറ്റ് ബി -6. സോ 6 + -6 is equal to 0 kilometers.